ദില്ലിയിൽ വിദ്യാർത്ഥികൾ തോൽപ്പിച്ചത് ഇന്ത്യൻ ഹിറ്റ്ലർ എന്ന SFI വ്യക്തമാക്കിയിട്ടുണ്ട്. നീറ്റ് പരീക്ഷ റദ്ദാക്കിയത് മുതൽ ശക്തമായ സമരങ്ങൾ 75 ദിവസമായി നടക്കുന്നു. ജന്തർ മന്ദിറിലെ പ്രതിഷേധം മാത്രമല്ല, ഇന്ത്യ മുഴുവൻ സമരങ്ങൾ നടക്കുന്നു. ഇവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കണം. രാജ്യവ്യാപകമായി 1000-ലേറെ SFI പ്രവർത്തകർ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇവർക്കെതിരെയുള്ള കേസുകളൊക്കെ പിൻവലിക്കണമെന്നാണ് ഇപ്പോൾ ഐഷി ഘോഷ് ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത്. ഇപ്പോൾ വിഷ്ണു കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ ഐഷി ഘോഷ് ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ SFI പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർക്കെതിരെയുള്ള കേസുകളൊക്കെ റദ്ദാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ നടത്തിയ പോലീസിന്റെ നീക്കത്തെക്കുറിച്ചും പ്രതികരിച്ചിട്ടുണ്ട്. എന്താണ് മറ്റ് വിവരങ്ങൾ? ഐഷി ഘോഷിനെ ഇന്നലെ അറസ്റ്റ് ചെയ്യാനെത്തിയ നടപടിയിൽ പ്രതികരിക്കുകയായിരുന്നു. ഏപ്രിൽ 15-ന് ഐഷി ഘോഷിന് വാറന്റ് ഇഷ്യൂ ചെയ്തിരുന്നു. അതിനുശേഷവും ഈ 40 ദിവസം ഐഷി പോലീസിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അന്നൊന്നും എന്തുകൊണ്ട് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്തില്ല എന്നാണ് ചോദിക്കുന്നത്. പോലീസ് നിരീക്ഷണത്തിനെതിരായ ഹർജി പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് വലിയ സമ്മർദ്ദമാണ് 2 ദിവസമായി ചെലുത്തുന്നതെന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ നീറ്റ് പരീക്ഷ റദ്ദാക്കിയത് മുതൽ ശക്തമായ സമരങ്ങൾ നടന്നു വരുന്നുണ്ട്. രാജ്യവ്യാപകമായി 1000-ലേറെ SFI പ്രവർത്തകർ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇവർക്കെതിരെയൊക്കെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പ്രതികാര നടപടി എന്ന് തന്നെയാണ് ഇപ്പോൾ ഐഷി ഘോഷും അതോടൊപ്പം തന്നെ SFI അഖില ഇന്ത്യ പ്രസിഡന്റ് ആദർശം സജി, ഐഷി ഘോഷിന്റെ അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ തന്നെ ദില്ലി പോലീസിനെതിരെ ഐഷി ഘോഷ് ദില്ലി ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജി എന്ന് പറയുന്നത് ജന്തർ മന്ദിറിൽ ഇത്തരത്തിൽ ആളുകളെ, വിദ്യാർത്ഥികളെ, പെൺകുട്ടികളെയൊക്കെ തന്നെ നിരീക്ഷിക്കുന്നത്, അവരുടെ 24 മണിക്കൂറും ജന്തർ മന്ദിറിൽ ഉള്ളവരുടെ വീഡിയോ റെക്കോർഡിങ്സ് ദില്ലി പോലീസ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഫോട്ടോഗ്രാഫ് എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൊബൈൽ റെക്കഗ്നീഷൻ, ഫേസ് റെക്കഗ്നീഷൻ, മൊബൈൽ വാൻ ജന്തർ മന്ദിറിന്റെ പുറത്ത് കൊണ്ടിട്ട് എല്ലാവരുടെയും ഫേസ് അടക്കം ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഡീപ് സെർച്ചുകളിലേക്ക് ദില്ലി പോലീസ് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ സ്വകാര്യതയുടെ വലിയ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഐഷി ഘോഷ് ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഈ ഹർജി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ ഒരു സമ്മർദ്ദം അഭിഭാഷകനും ഐഷി ഘോഷും ഒക്കെ സമ്മർദ്ദം നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു നീക്കം. അതിൽ തന്നെ ഐഷി ഘോഷും ഉൾപ്പെടെ ആരോപിക്കുന്നത് ഐഷി ഘോഷിന്റെ ഫോൺ ഉൾപ്പെടെ ദില്ലി പോലീസ് ടാപ്പ് ചെയ്യുന്നുണ്ട് എന്ന ഗുരുതര ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ തരത്തിൽ ഐഷി ഘോഷ് കഴിഞ്ഞ ദിവസം AKG ഭവനിലേക്ക് എത്തിയത് ഒരു പേഴ്സണൽ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഇത്തരത്തിൽ AKG ഭവനിലേക്ക് എത്തിയത്. AKG ഭവനിലേക്ക് എത്തുന്നത് 1-2 പേർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ദില്ലി പോലീസിനെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താൻ താമസിക്കുന്ന സ്ഥലത്താണ് ആദ്യം എത്തേണ്ടത്, അല്ലെങ്കിൽ SFI കേന്ദ്ര കമ്മിറ്റി ഓഫീസ് സുർജിത് ഭവനിലാണ്, അവിടേക്കൊക്കെയാണ് എത്തേണ്ടത്. പക്ഷേ തന്നോട് ഒന്ന് വിളിച്ചു പോലും ചോദിച്ചിരുന്നില്ല പോലീസ് ഐഷി ഘോഷ് എവിടെയാണുള്ളത്. അങ്ങനെ പോലും ചോദിക്കാതെയാണ് പൊടുന്നനെ ദില്ലി പോലീസ് AKG ഭവനിലേക്ക് അകത്തേക്ക് കയറി വന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ദില്ലി പോലീസിന് ഐഷി ഘോഷ് താൻ ഇത്തരത്തിൽ AKG ഭവനിലാണ് ഉള്ളത് എന്നൊരു കാര്യം മനസ്സിലായത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഐഷി ഘോഷിന്റെ ഫോൺ ഉൾപ്പെടെ ദില്ലി പോലീസ് ടാപ്പ് ചെയ്യുന്നു എന്ന ഗുരുതര ആരോപണം കൂടി ഉന്നയിച്ചിരിക്കുന്നത്. അവന്തിക. ശരി, വിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്.